നെല്ലായിൽ അടച്ചിട്ട വീടുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തി. പണവും 4 ഗ്രാമോളം സ്വർണവും നഷ്ടപ്പെട്ടു. നെല്ലായി വയലൂർ റോഡിലുള്ള 3 വീടുകളിലാണ് കഴിഞ്ഞ രാത്രി മോഷണം നടന്നത്. ഒരു വീട്ടിലുണ്ടായിരുന്ന CCTV ക്യാമറകൾ കേടുവരുത്തിയ മോഷ്ടാക്കൾ വീടിനുള്ളിൽ നിന്ന് CCTVയുടെ DVRും കവർന്നിട്ടുണ്ട്. നെല്ലായിലെ കാക്കനാട്ട് ശ്രീഹരി, തൃക്കാശ്ശേരി ഭാർഗവി രാധാകൃഷ്ണൻ, പൊറ്റേക്കാട്ടിൽ സജീവൻ എന്നിവരുടെ വീടുകളായിരുന്നു മോഷണം. ശ്രീഹരിയും കുടുംബവും വിദേശത്തായതിനാൽ പൂട്ടിക്കിടന്ന വീടിന്റെ മുൻവാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് അയൽവാസികളാണ് അമ്മയെ വിവരമറിയിച്ചത്. ഇവർ വന്നു നോക്കിയപ്പോഴാണ് വീടിന്റെ മുൻവാതിലിന്റെ പൂട്ട് തകർത്ത മോഷ്ടാക്കൾ അകത്ത് കടന്നതായി കണ്ടെത്തിയത്. വീട്ടിലത്തെ ആൾക്കാർ കണ്ടു പറയുകയും ചെയ്തു. വാതിൽ തുറന്നു കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പോയി നോക്കി. ഗേറ്റ് പൂട്ടിയിട്ടുണ്ടായിരുന്നു, വാതിൽ തുറന്നു കിടക്കുമായിരുന്നു. വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. വാതിലൊക്കെ തല്ലി പിടിച്ചു. ഉള്ളിൽ അലമാരിയിലത്തെ സാധനങ്ങളൊക്കെ വലിച്ചു കയറി പുറത്തിട്ടുണ്ട്. ക്യാമറയും ഉള്ളിലത്തെ ഹാർഡ് ഡിസ്ക് എടുത്തിട്ട് പോയിട്ടുണ്ട്. തൊട്ടടുത്തുള്ള തൃക്കാശ്ശേരി രാധാകൃഷ്ണന്റെ വീട്ടിലും മോഷണം നടന്നു. മുൻവാതിലിന്റെ പൂട്ട് തകർത്ത് അകത്ത് കടന്നവർ കിടപ്പുമുറിയിലെ അലമാരയിൽ വെച്ചിരുന്ന 20,000-ഓളം രൂപയും 2 ഗ്രാമിന്റെ സ്വർണ്ണ കമ്മലും കവർന്നു. വാതിലൊക്കെ കുറച്ച് ലോക്ക് ഇതാക്കിയിട്ടുണ്ട്. ഒരു ചെറിയ കമ്മൽ മാത്രമേ ഉണ്ടായുള്ളൂ. അതുണ്ടായിരുന്നു. കുറച്ച് പൈസ ഒരു 20,000 ഉണ്ടായിരിക്കും. ആ പൈസയും പോയി. പിന്നെ കുറച്ച് മുക്കുപണ്ടന്മാരുടെ കമ്മലുകൾ, മറ്റേ ഫാൻസി കമ്മലുകൾ, ചെയിനൊക്കെ ഉണ്ടായിരുന്നു. അതും എല്ലാം എടുത്തിട്ട് പോയി. ഗൃഹനാഥൻ രാധാകൃഷ്ണൻ ഈയിടെ മരിച്ച ശേഷം ഭാര്യ ഭാർഗവി മാത്രമാണ് വീട്ടിൽ താമസം. മോഷണം നടന്ന സമയത്ത് ഇവർ ചെന്നൈയിലുള്ള മകളുടെ അടുത്തേക്ക് പോയിരിക്കുകയായിരുന്നു. മോഷണ വിവരമറിഞ്ഞ് ഇവർ നാട്ടിലെത്തിയിട്ടുണ്ട്. സമീപത്തുള്ള പൊറ്റേക്കാട്ടിൽ സജീവന്റെ വീട്ടിൽ നിന്ന് ഇതേ രാത്രി 2 ഗ്രാമോളം വരുന്ന കമ്മൽ മോഷ്ടിക്കപ്പെട്ടു. കൊടകര പോലീസും വിരലടയാള വിദഗ്ധരും മോഷണം നടന്ന വീടുകളിലെത്തി അന്വേഷണം നടത്തി. TCV ന്യൂസ്, കൊടകര.